ഒരു ഭക്ത പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊണ്ടു കൊടുത്തു, ഭിക്ഷ. അവർക്ക് ഇതൊക്കെ മഹർഷി ഭക്ഷിക്കണമെന്ന് ആഗ്രഹം. അതൊക്കെ ഇലയിൽ വിളമ്പിക്കൊടുത്തു. അതൊക്കെ മഹർഷി, ഭഗവാൻ രമണ മഹർഷി അത് മുഴുവൻ കൂട്ടി കുഴച്ചിട്ട് ഊണ് കഴിച്ചു. അപ്പൊ ഈ അമ്മ പറഞ്ഞു, ഭഗവാന് എല്ലാം സ്വാദ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നു, ഇങ്ങനെ കൂട്ടിക്കുഴച്ചല്ലോ. என்ன பண்றதுமா, உனக்கெல்லாம் உங்களுக்கெல்லாம் பலதுல ரசம், எனக்கு ഏകത്തില രസം. എനിക്ക് എന്ത് അനുഭവിച്ചാൽ ആ ഒരു രസമേ വരുന്നുള്ളൂ എന്നാണ്. ഹരിം ഏകരസം. ഉണ്ണും ചോറും തിന്നും വെറ്റിലയും കണ്ണൻ എന്നൊരു ആഴ്വാർ പാടി. നമ്മാഴ്വാർ എന്ന് പറയുന്ന ആഴ്വാർ, ആ ഭക്തൻ പറഞ്ഞു, ഉണ്ണും ചോറും തിന്നും വെറ്റിലയും കണ്ണൻ. ഭോക്ത ഭോഗ്യം പ്രേരിതാരം ചമത്വ ത്രിവിധം ബ്രഹ്മമേതത്. ശ്രുതി പറഞ്ഞു, ഭോക്താവും ഭോഗ്യവും അതിനെ പ്രേരിപ്പിക്കുന്നവനും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അദ്വയവും ഏകവും ഏകരസസ്വരൂപനും ആയ ആ ഭഗവാൻ തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് ഈ ദ്വൈത ആവരണം ഉണ്ടല്ലോ, മായ, അതങ്ങനെ ഒഴിഞ്ഞു പോവാണ് ഉള്ളത്. ഒഴിഞ്ഞു പോയി അയാളും സാധാരണ ആളുകളെ പോലെ തന്നെ വ്യവഹരിക്കും, സാധാരണ ആളുകളെ പോലെ തന്നെ പ്രാരബ്ധം അനുഭവിക്കും, സാധാരണ ആളുകളെ പോലെ തന്നെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും തന്നെ അവര് അജ്ഞാനികളെ പോലെ വീണു പോവില്ല, ഇതൊക്കെ സത്യമാണെന്ന് വിചാരിക്കില്ല. ഈ വിധതമായിട്ടുള്ളതിൽ അവിധതമായ സത്യത്തിനെ അറിഞ്ഞുകൊണ്ട് സദാ പരമഹംസന്മാരായി ഇതിന്റെ ദുഃഖം കൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ ഇതിന്റെ നടുവിൽ അവര് നിസ്സംഗമായി പൂർണ്ണ പുരുഷന്മാരായി സ്വതന്ത്രരായി പരമഹംസന്മാരായി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ചരണ സരോജ ഹംസ കുലസംഘ വിസൃഷ്ട ഗൃഹ. ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ ദർശനം കിട്ടിയാൽ, അവരുടെ ഒരു സമ്പർക്കം ഉണ്ടായാൽ, ചരണ സരോജ ഹംസകുല സംഘ, ഹംസകുല എന്ന് വെച്ചാൽ അരയന്നം. ഈ ആശയമൊക്കെ വെച്ചുകൊണ്ടാണ് ഹരിനാമ കീർത്തനത്തില് ഏകാന്ത യോഗികളിൽ ആകാംക്ഷ പൂണ്ടുപരം ഏകാന്തമെന്നി വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമഃ. കാക്ക ഹംസത്തിന് പുറകിൽ പോണ പോലെ എന്ന് പറഞ്ഞു. ഇപ്പോ നമ്മളൊക്കെ കാക്കക്കൂട്ടങ്ങളായിരിക്കാം, എന്നാലും കാക്കയ്ക്കൊരു സ്വഭാവം ഉണ്ടേ. എന്താന്ന് വെച്ചാൽ ഇത്തിരി ചോറ് കൊടുത്താ എല്ലാ കാക്കകളെയും വിളിക്കും, അല്ലേ? അതുപോലെ ഈ ഭക്തിയുടെ രസം അനുഭവിക്കുമ്പോഴും എല്ലാരെയും വിളിക്കാം. ഒരു ഭക്തൻ പറഞ്ഞു, കാക്കയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പഠിച്ചു, ഇത്തിരി ചോറ് കൊടുത്താ നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കും. കാക്കം ഉറവ് കലന്ത് ഉണ്ണ കണ്ടീർ. കാക്കയ്ക്ക് കിട്ടുന്നത് ചിലപ്പോ എച്ചിലായിരിക്കും. എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അഖണ്ഡാകാര ശിവഭോഗം എനും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ. അയ്യോ എന്നാണ് എന്നുവെച്ചാൽ എക്സ്ക്ലമേഷൻ, ആശ്ചര്യമാണ്. ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ട് നാലാൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന്. ഏക ഉരുവായി കിടക്കുത് അയ്യോ. ഇനി എടുത്ത ദേഹം വീഴും മുൻ, ഈ ദേഹം വീണു പോണതിന് മുമ്പ് ഭുജിപ്പതർക്ക് അനുഭവിക്കാനായി ശേരവാറും ജഗത്തീരേ, ലോകത്തിലുള്ളവരൊക്കെ വരിക ഇത് അനുഭവിക്കാന്നാണ്. ഈ സത്യം അനുഭവിക്കാം, ഈ സത്യത്തിനെ ഹൃദയസ്ഥാനത്തിൽ അനുഭവിക്കുക, അവരവരുടെ ഹൃദയത്തിൽ അനുഭവിക്കുക. അല്പം അനുഭവിച്ചാൽ പോലും ഇങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ള ശ്രദ്ധാഭക്തി ഉള്ളിൽ ഉണ്ടായാൽ തന്നെ ഈ ലോകത്തിന്റെ പെരുത്ത ദുഃഖത്തിൽ നിന്ന് നമുക്കൊരു വലിയ വിമുക്തിയാണ്. ഒരു ശീതളത, ഒരു കുളിർമ, ഹൃദയത്തിൽ ഒരു കുളിർമ ഉണ്ടാവും. ആ കുളിർമ ഭഗവാന്റെ സ്വരൂപമാണ്, ആ ശീതളത ഭഗവാന്റെ സ്വരൂപമാണ്. അത് നമുക്ക് ആത്മജ്ഞാനം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ആ ഭഗവാന്റെ കഥകളും മഹാപുരുഷന്മാരുടെ കഥകളും അവരുടെ ചരിത്രവും അവരുടെ സമ്പർക്കവും നമുക്ക് നേരിട്ട് പരമഹംസന്മാരുടെ ലാഭം ഉണ്ടായിട്ടില്ലെങ്കിലും ഇതില് ഋഷഭയോഗീശ്വരനും ജഡഭരതനും വ്യാസനും ശുഗനും ഇവരെയൊക്കെ നമ്മൾ ഭാഗവതം വായിക്കുമ്പോ കാണുക. അതുകൊണ്ട് അങ്ങനെയൊക്കെ കണ്ടാൽ തന്നെ ദുരവഗമാത്മ തത്വ നിഗമായ ദുരവഗമ ആത്മതത്വ നിഗമം, ആത്മജ്ഞാനം വിഷമാണെന്ന് തോന്നുകയാണെങ്കിൽ
തവ ആത്തതനോഹോ ചരിത മഹാമൃതാബ്ദി പരിവർത്ത പരിശ്രമണ. ആ ഭഗവാന്റെ കഥാരസം അനുഭവിച്ച് സംസാര ദുഃഖം ഒന്നും പറയണില്ലേ അല്ലേ? ഇവിടെ ഇരിക്കുമ്പോ ഇതൊക്കെ മറന്നുപോയില്ലേ? ഇതിപ്പോ നമുക്ക് ഈ ഭാരതദേശത്തിൽ ജനിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിവിടെ ശ്രുതിഗീത തുടങ്ങുമ്പോ തന്നെ പറയണു, അസ്മിൻ ഭാരതദേശേസ്മിൻ ആകൽപാദാസ്ഥിതസ്തപഃ. ഈ നാരായണ ഋഷി ഈ ഭാരതദേശത്തിൽ മാത്രമായിട്ട് ധർമ്മജ്ഞാന ശമോപേതം ആകൽപാദാസ്ഥിത തപഃ. ധർമ്മം, ജ്ഞാനം, തപസ്സൊക്കെ വെച്ചുകൊണ്ട് എത്രയോ കൽപ്പകാലമായി ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഭൂഖണ്ഡത്തിൽ മാത്രമേ ഈ വേദാന്ത വിജ്ഞാനം, ബ്രഹ്മവിദ്യ ഉള്ളൂ. നമ്മള് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങാനുള്ള ആളുകളൊന്നും അല്ല. നമ്മള് ലോകത്തിന് ജ്ഞാനം കൊടുക്കാനുള്ള ഗുരുക്കന്മാരാണ്. നമ്മൾ ചെയ്യേണ്ട ധർമ്മം ചെയ്താൽ മതി. മയിൽ ആടിയാ മതി, പാടാനൊന്നും പോണ്ട. കുയില് പാടിയാ മതി, ആടാനൊന്നും പോണ്ട. നമ്മളുടെ ധർമ്മം ഈ ബ്രഹ്മവിദ്യയാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, റിലിജിയൻ ഇസ് ദ ബാക്ക്ബോൺ ഓഫ് ഇന്ത്യ. മാർക്ക് മൈ വേർഡ്സ്, if you leave religion and take to any craft like politics or anything else, you will be extinct in 50 years. No. അധ്യാത്മവിദ്യയാണ് ഈ ഭാരതത്തിന്റെ ബാക്ക്ബോൺ എന്നാണ്. നിങ്ങൾ അത് നട്ടല്. അത് വിട്ടിട്ട് നിങ്ങൾ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ലോകത്തിൽ മറ്റുള്ളവർ കാണിക്കണ കൂത്തൊക്കെ കണ്ട് അതുപോലെയൊക്കെ ആവണം എന്നൊക്കെ പുറപ്പെട്ടാല് 50 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു ജനതയായിട്ട് ഇല്ലാതായിട്ട് തീരുമെന്ന്. നമ്മളിപ്പോ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ്, ഈ സനാതനധർമ്മം എന്നൊക്കെ അഭിമാനിക്കണം. നമ്മള് ഈ വിദ്യയെ കൈവിട്ട് കഴിഞ്ഞാൽ ഇത് മാത്രമേ നമുക്കുള്ളൂ. നമ്മള് ഈ ഒരു വിദ്യ ഉള്ളത് കൊണ്ടാണ് എത്ര ആക്രമണങ്ങൾ നടന്നു ഈ രാജ്യത്ത്, അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കണം. സ്പെയിനും ഫ്രാൻസും ആക്രമിച്ച രാജ്യങ്ങളെയൊക്കെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. സ്പാനിഷ് ഓൺസ്ലോട്ട്, ഫ്രഞ്ച് ഓൺസ്ലോട്ട് എവിടെ നടന്നു? സംസ്കാരം നാമാവശേഷമാക്കി തീർത്തിട്ടുണ്ട്. ഇവിടെയും അവരൊക്കെ വന്നു. എന്നിട്ട് ഏതോ ഒരു ശക്തി നമ്മളെ കൊണ്ട് അവരെ തിരിച്ച് ആക്രമിക്കാൻ പറ്റില്ല. അരബിന്ദോ ഒരിടത്ത് പറയണത്, ബ്രിട്ടീഷുകാർ നമ്മളെ കുറച്ചു കാലം ഭരിച്ചുവെങ്കിലും അതുപോലെ ഈശ്വര നിശ്ചയാണ്. കാരണം ഈ പോർച്ചുഗീസും ഫ്രാൻസും അവരോട് ഉപമിക്കുമ്പോ ബ്രിട്ടീഷുകാർ കുറച്ച് ഭേദാണ്. കുറച്ചൊരു നന്മ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഈ പോർച്ചുഗീസും ഫ്രാൻസും ഫ്രഞ്ചുകാരും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നും ബാക്കി വെക്കില്ല. അവരെ ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്തതല്ല, ഈശ്വര ശക്തി ഈ സംസ്കാരത്തിനെ നിലനിർത്തണം എന്ന് പറഞ്ഞ് ആർക്കാണോ കൺസേൺ ഉള്ളത് ആ ഭഗവാൻ ബ്രിട്ടീഷുകാരെ ഉപയോഗിച്ച് ഇവരെ അങ്ങോട്ട് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ അതും അങ്ങോട്ട് പോയി. ഇവിടെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ നരസിംഹാവതാരം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവതാരം നരസിംഹാവതാരത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ദേവന്മാര് ചെന്ന് കംപ്ലൈന്റ് പറയുമ്പോ ഭഗവാൻ പറയുന്നുണ്ട്, ഹിരണ്യകശിപു എത്ര വേണമെങ്കിൽ ഉപദ്രവിച്ചോട്ടെ, ഞാൻ സഹിച്ചോളാം. പക്ഷെ പ്രഹ്ലാദായ യഥാദൃഹ്യേത് ഹനിഷ്യേപി വരോർജിതം. പ്രഹ്ലാദന്റെ മേലെ കൈവച്ചാൽ ഞാൻ അവനെ കൊല്ലും. അപ്പൊ പ്രഹ്ലാദൻ ആരാണെന്ന് വെച്ചാൽ ഈ ആധ്യാത്മികതയാണ്. ഈ ആധ്യാത്മികത ഇവിടുന്ന് പോയാൽ, ഇതിനെ അങ്ങോട്ട് നമ്മൾ കളഞ്ഞു കുളിച്ചാൽ പിന്നെ ഈശ്വരൻ തന്നെ ഹിന്ദുക്കളെ ഇല്ലാതാക്കും. വേറെ ആരൊന്നും ഇല്ലാതാക്കണ്ട. ഈശ്വരൻ ഇപ്പൊ നമ്മളെ കൊണ്ട് വലുതാവാനുണ്ടോ? ഈശ്വരൻ തന്നെ ഈ സനാതന ധർമ്മികൾ എന്ന് അഭിമാനിക്കണം നമ്മളെ ഇല്ലാതാക്കും. അതൊന്നും വരില്ലെന്ന് വിചാരിക്കാം. കാരണം ഇങ്ങനെ ഒരു വലിയ ഉദ്യമം, ഇങ്ങനെ ഭാഗവതം ഇത്രയും ആളുകൾ വന്ന് കേൾക്കുകയും ഈ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഇത്രയും ആളുകൾ വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോ ഈ ആധ്യാത്മികത, ഈ ഭക്തി, ശ്രദ്ധ, ഭാഗവത ധർമ്മം, വേദധർമ്മം, വൈദിക ധർമ്മം ശാശ്വതമായി ഇവിടെ നമ്മളുടെ കോശത്തിലും കോശാന്തരങ്ങളിലും ഒക്കെ ഹൃദയസ്ഥാനത്തിൽ കിടപ്പുണ്ട് എന്ന് തോന്നുന്നു നമുക്ക്. അതുകൊണ്ട് ഇത് ഇനിയും ഈ വൈദിക പരമ്പര, വേദാന്ത പരമ്പര, ഉത്തമമായ ഭാഗവത പരമ്പര ഇവിടെ നിലനിൽക്കട്ടെ. ഗുരുവായൂരപ്പനോട് നമുക്ക് ഈ പ്രാർത്ഥിക്കാനുള്ളത് അതേ ഉള്ളൂ. ഈ സനാതന ധർമ്മം ഇനി വരാൻ പോകുന്ന കുട്ടികളിലേക്കും ഒക്കെ ഇത് പകർന്നു കൊടുത്ത് ഭക്തിയും ശ്രദ്ധയും വേദാന്തജ്ഞാനമൊന്നും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നാമം ജപിക്കാനും ഭാഗവതം കേൾക്കാനും ഒന്ന് നമസ്കരിക്കാനും ഒന്ന് ഭക്തി ചെയ്യാനും ഒരു സങ്കീർത്തനം ചെയ്യാനും ഒക്കെ ഉള്ള ശ്രദ്ധയും ഭക്തിയൊക്കെ ഹൃദയത്തിൽ ഉണ്ടായാൽ ബാക്കിയൊക്കെ തനിയെ വന്നോളും. അപ്പൊ എവിടെ ഭക്തി ഉണ്ടോ അവിടെ ജ്ഞാനവും ബാക്കിയൊക്കെ വന്നോളും.
ആരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടോ അവിടെ നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കൊരു 2 മണിക്കൂർ സമയം അനുവദിച്ചു തന്നു. ശ്രുതിഗീതയിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്പർശിച്ചു കൊണ്ടുപോയി. നമുക്ക് ഈ ഒരു സന്ദർഭത്തിന് ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകളെ ശ്രീ ഗുരുവായൂരപ്പന്റെ പാദത്തില് അർപ്പിക്കാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.